അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പഴമയുടെ അതേ രുചിയിൽ ഒരു പെർഫെക്റ്റ് പുളി ഇഞ്ചിയാണ്. ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രം മതി നിങ്ങൾക്ക് ഓണസദ്യക്ക് അടിപൊളി കൊതിയൂറും പുളിയിഞ്ചി തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ചിയുടെ തൊലിയെല്ലാം മാറ്റി നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പൊ ഈ ഒരു രീതിക്ക് വേണം ഇഞ്ചി അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഒരു ഉരുളിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാം. വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു നാടൻ ഫ്ലേവറും നല്ലൊരു നാടൻ ടേസ്റ്റും ഒക്കെ കിട്ടും ഇതിന്. അല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കാം. നല്ലെണ്ണയിൽ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം ഇത് കേടുകൂടാതെ ഇരിക്കും. നല്ലെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എണ്ണ എടുത്താലും മതിയാകും. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പൊ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു 3 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഞാൻ 2 തരത്തിലുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. 50 ഗ്രാം പച്ചമുളകും 25 ഗ്രാം തൊണ്ടൻ മുളകുമാണ് എടുത്തിട്ടുള്ളത്. അതും പൊടിയായിട്ട് വേണം അരിയാനായിട്ട്. അപ്പൊ തൊണ്ടൻ മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ 25 ഗ്രാം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ നമ്മൾ 50 ഗ്രാം എടുത്താൽ മതിയാകും. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 75 ഗ്രാം വരെ പച്ചമുളക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടിയിടരുത്. എന്നാൽ പിന്നെ ഇതിന്റെ നിറമൊക്കെ മാറി കരിഞ്ഞു പോകും. പിന്നെ ഒന്നിനും കൊള്ളില്ല, ടേസ്റ്റ് ഒക്കെ മാറിപ്പോകും. നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമുള്ള പുളിവെള്ളം നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 150 ഗ്രാം പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ പഴകിയ പുളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പഴകിയ പുളിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ല കളറും കിട്ടും. അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ പുളി എടുത്താലും മതി. ഇനി പുളി കുതിർന്ന് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാനിപ്പോൾ പുളി പെട്ടെന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളത്തിന് പകരം പച്ചവെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചാലും മതി. പച്ചവെള്ളത്തിൽ കുതിർക്കാൻ വെക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും പുളി നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിന് 4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇനി ചൂട് മാറുന്നത് വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. ചൂടുവെള്ളത്തിന് പകരം പച്ചവെള്ളമാണ് നിങ്ങൾ ഒഴിക്കുന്നതെങ്കിൽ നല്ലവണ്ണം കൈവച്ച് തിരുമി യോജിപ്പിച്ച് വെക്കുക. ഈ വെള്ളത്തിന്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. ഈ ചൂടുവെള്ളം ഒഴിച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ പുളി കുതിർന്ന് കിട്ടും. ഇപ്പൊ വെള്ളത്തിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി കൈവച്ച് നല്ലവണ്ണം തിരുമി യോജിപ്പിച്ചെടുക്കാം. പുളിയുടെ കൊത്തും പുളിയുടെ കുരുവൊക്കെ കാണും. ഇതെല്ലാം ഒന്ന് നമുക്ക് അരിച്ച് ഒഴിച്ച് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പയിൽ കൂടി അരിച്ച് ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പുളിവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ പുളിയിഞ്ചി തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ പുളിവെള്ളം തയ്യാറാക്കി വെക്കുക. എന്നാൽ മാത്രമേ നല്ല കൊഴുത്ത പുളിവെള്ളം നമുക്ക് കിട്ടുകയുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ ഇഞ്ചിയെല്ലാം മൂത്തതാ വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചുമന്ന് ബ്രൗൺ നിറമായി പോകരുത്. ഈ ഒരു രീതിക്ക് വേണം മൂത്ത് വരാനായിട്ട്. ഇനി ഇതിലേക്ക് അരിച്ചൊഴിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളം മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അധികം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. നമ്മൾ ഇതിൽ പച്ചമുളക് ചേർത്തുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി കൂടി പോകരുത്. 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതിൽ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല കളറും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പൊ ഇതിനായിട്ട്
ഞാനിവിടെ 1 കപ്പ് ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഉണ്ട ശർക്കര ഇടുകല്ല് കൊണ്ട് ഇടിച്ച് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശർക്കര എടുക്കുമ്പോൾ നല്ല ശർക്കര വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കല്ലും മണ്ണും ഒക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുത്ത ശർക്കര കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് അലിയിച്ച് അതൊന്ന് അരിച്ചൊഴിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കല്ലും മണ്ണും ഇല്ലാത്ത നല്ല ശർക്കരയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഈ പുളിയിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് കുറുകി വരട്ടെ. കുറച്ച് സമയമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുക്കിട്ട് നമ്മൾ ഇതിൽ പുളിവെള്ളമല്ലേ ചേർത്ത് കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുക്കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, നല്ലോണം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് എടുത്ത് ഇടരുത്. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. 1/4 ടീസ്പൂണിൽ കൂടുതൽ ഇടരുത്. എന്നാൽ പിന്നെ ഇതിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാകും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ കടുക് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യമേ നമ്മൾ കടുക് താളിച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കടുക് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ ഇതിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഇത് ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ കളറൊക്കെ നല്ല കറുത്ത കളറായിട്ട് വരികയും ചെയ്യും. ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ്, നല്ല കറുത്ത കളറും കിട്ടും. ഇനി ഇതിന്റെ ചൂടെല്ലാം മാറിയതിനു ശേഷം ഒരു ദിവസം കഴിഞ്ഞ് ഈർപ്പൊന്നുമില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പുറത്ത് ഒരു 2-3 ദിവസം വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് 1 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. നമ്മളിത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയത് കൊണ്ടാണ് പുറത്ത് 2-3 ദിവസം വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. പക്ഷെ വെളിച്ചെണ്ണ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ല ഒരു മണവും ഒക്കെയാണ് ഇതിന്. കുറച്ച് ദിവസം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പുറം രാജ്യത്തുള്ള കുട്ടികൾക്കും ഹോസ്റ്റലിൽ പഠിക്കുന്നവർക്കും ഒക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് നല്ലെണ്ണയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് ദിവസം നമുക്ക് പുറത്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പൊ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ പുളിയിഞ്ചി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഓണം സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നല്ല കറുത്ത കളറിൽ കണ്ടില്ലേ ഇരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി നോക്കും. അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഈ പുളിയിഞ്ചി 101 കറികൾക്ക് തുല്യമാണ്. അത്രയ്ക്ക് ആരോഗ്യ ഗുണങ്ങളുണ്ട്. BP, പ്രമേഹം, കൊളസ്ട്രോൾ, അമിതവണ്ണം, ശ്വാസം മുട്ടൽ എന്നീ രോഗങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റുന്നു. അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന പല അസ്വസ്ഥതകളും മാറ്റുന്നതിനും BP മൂലമുണ്ടാകുന്ന പല അസുഖങ്ങളും മാറ്റുന്നതിനും പുളിയിഞ്ചി ദിവസവും ഭക്ഷണ സമയത്ത് തൊട്ടുകൂട്ടി കഴിക്കുന്നത് നല്ലതാണ്. പുളിയും ഇഞ്ചിയും എല്ലാം കണക്കിന് ചേരുന്നത് കൊണ്ട് കൊളസ്ട്രോൾ എന്ന അനാവശ്യ കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നു. അതുപോലെ എത്ര പഴകിയ കൊളസ്ട്രോളും മാറി കിട്ടുന്നതിന് പുളിയിഞ്ചി ഒരല്പം ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പ്രമേഹം കുറയ്ക്കുന്നതിനും പുളിയിഞ്ചി ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. നമ്മൾ പുളിയിഞ്ചിയിൽ മധുരത്തിനായി ശർക്കര പുളിയിഞ്ചിയിൽ ചേർക്കാറുണ്ട്. എന്നാൽ ഒരിക്കലും അത് പ്രമേഹം വർദ്ധിപ്പിക്കുകയില്ല, മറിച്ച് പ്രമേഹത്തെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പുളിയിലും ഇഞ്ചിയിലും ഉള്ളത്ര ആരോഗ്യ ഗുണങ്ങൾ മറ്റൊന്നിലും ഇല്ല. അതുപോലെ കുടവയർ മാറ്റുന്നതിനും പുളിയിഞ്ചി വയറ്റിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കുകയും കുടവയർ മാറ്റുന്നതിനും ദിവസവും ഒരല്പം പുളിയിഞ്ചി തൊട്ടുകൂട്ടുന്നത് നല്ലതാണ്. അമിതവണ്ണവും കൊഴുപ്പും ഇല്ലാതാക്കുന്നതിന് ഈ പുളിയിഞ്ചിക്ക് കഴിവുണ്ട്. അതുപോലെ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറ്റാനും ഒരല്പം പുളിയിഞ്ചി കഴിച്ചാൽ മതിയാകും. പുളിയിഞ്ചി ദിവസവും കഴിക്കുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും കരളിനെയും ഹൃദയത്തെയും രോഗങ്ങളിൽ നിന്ന് സുരക്ഷിതമായി സംരക്ഷിക്കുകയും ചെയ്യും. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് അടുത്ത ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്